ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ അല്ലെങ്കിൽ അവരെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറയപ്പെടുന്ന KSU പ്രവർത്തകർക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. വധിക്കാൻ ശ്രമിച്ച ആയുധം എന്താണെന്നോ അല്ലെങ്കിൽ എന്ത് ആയുധം കൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ ആക്രമിച്ചപ്പോഴാണ് ഈ പറയുന്ന കഴുത്തിന് വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായത് അല്ലെങ്കിൽ പരിക്ക് പറ്റിയത് എന്നുള്ളതിന് കൃത്യമായ ഉത്തരം നൽകാൻ ഇപ്പോഴും ആരോഗ്യമന്ത്രിക്കോ അല്ലെങ്കിൽ അവരുടെ ഗവൺമാനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ അവസരത്തിലും KSU പ്രവർത്തകർ ഇപ്പോഴും ജാമ്യമില്ലാതെ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ്. യഥാർത്ഥത്തിൽ മനഃപൂർവ്വം KSU പ്രവർത്തകരെ പുറത്തു വിടാതെ ഈ പറയുന്ന പേഴ്സണൽ ഗ്രഡ്ജ് അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യം കൊണ്ട് മാത്രമാണോ ഇവരകത്ത് തന്നെ ഇട്ടിരിക്കുന്നത്? ഇതില് KSU ഇപ്പോൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രി ഇപ്പൊ പൊതുപരിപാടിയിലൊക്കെ പങ്കെടുത്തു തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ കളിയാക്കുന്നതല്ല, അതിനകത്ത് താഴെ സോഷ്യൽ മീഡിയയില് തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ എന്ന് പറഞ്ഞ നമ്മുടെ മീശമാധവൻ സിനിമയില് കൊച്ചിനിമയുടെ ഒരു സീനുണ്ട്. അതുമായി ഉപമിച്ചിട്ടാണ് സോഷ്യൽ മീഡിയ ഇപ്പൊ ഏറ്റവും കൂടുതലും രസകരമായിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അതിലൊരു സിമിലാരിറ്റി എന്ന് പറയുന്നത് കഴുത്തിൽ കിടക്കുന്ന ഒരു ബെൽറ്റ് ആണെന്ന് തോന്നുന്നു. അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പോ കഴുത്തിന് എന്തിനാണ് ബെൽറ്റ് ഇട്ടത് എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് പേര് ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോ നമുക്കറിയാം, ആ ചിത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആരോഗ്യമന്ത്രി ആക്രമിക്കുന്നതോ മറ്റൊരു വിഷയം ഒന്നും നമുക്കില്ല. ഇപ്പോ ആരോഗ്യമന്ത്രിയുടെ റിപ്പോർട്ട് പോലും പുറത്തു വരുന്ന സാഹചര്യം വീഡിയോ എഡിറ്റഡ് ആണ്, അതിനകത്ത് ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ആയുധം ഉപയോഗിച്ച് അവരെ ആക്രമിച്ചിട്ടുണ്ട്, പക്ഷെ അത് വീഡിയോയിൽ കാണുന്നില്ല എന്നുള്ളത് ഒരു വീഡിയോയിലും കാണുന്നില്ല. അല്ല, അത് AI നിർമ്മിതമായതുകൊണ്ടായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ഗോവിന്ദ മാസ്റ്ററെ ഭാഷാശൈലിയൊക്കെ കടപിടിക്കുകയാണെങ്കിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് KSU പ്രവർത്തകർ നടത്തുന്ന ഒരു നാടകമാണിത് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെങ്കിലും KSU പ്രവർത്തകർ വെല്ലുവിളിച്ചിരിക്കുകയാണ് ആരോഗ്യമന്ത്രിയെ. ആരോഗ്യമന്ത്രിയുടെ കള്ളത്തരങ്ങൾ എന്തായാലും പൊളിക്കും. കാരണം അതിനുശേഷം ആരോഗ്യമന്ത്രി നിരന്തരമായിട്ട് ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്റർവ്യൂ കൊടുക്കുന്നതിന് കഴുത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ മൊഴി നൽകാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഈ ഒരു കേസിൽ ഈ പറയുന്ന പ്രതികൾക്കെതിരെ കൃത്യമായ ഒരു മൊഴി ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്കെതിരെ കൃത്യമായ കേസെടുക്കാൻ സാധിക്കുള്ളൂ. വധശ്രമത്തിന് കേസെടുക്കണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ പോലീസുകാർ നിൽക്കുന്നത് എന്നാണ്. ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് സമയമുണ്ട്, അതിനുള്ള കഴിവുമുണ്ട്, പ്രാപ്തിയുമുണ്ട്. പക്ഷെ മൊഴി കൊടുക്കാനുള്ള പ്രാപ്തിയില്ല. പൊതുപരിപാടിയിൽ പങ്കെടുത്ത് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ കഴിയാതെ ആരോഗ്യമന്ത്രി കഴുത്തിന് ബെൽറ്റൊക്കെ ഇട്ടിട്ട് പതിയെ നടന്നു പോകുന്ന ചിത്രങ്ങളെല്ലാം ഉണ്ട്. ഇതിനു മുൻപ് സമാനമായ ഒരു ആരോഗ്യ അല്ലെങ്കിൽ ഈ പറയുന്ന വയ്യായിക നമുക്ക് ആരോഗ്യമന്ത്രിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ മരണപ്പെട്ട സമയത്ത് അവിടെ സന്ദർശിക്കാൻ എത്തിയ ആരോഗ്യമന്ത്രിയെ ചോദ്യം ചെയ്തുകൊണ്ട് മാധ്യമങ്ങളും പൊതുജനങ്ങളും രംഗത്തേക്ക് വന്നപ്പോൾ പെട്ടെന്ന് അവർക്ക് ഒരു ദേഹാസ്വാസ്ഥ്യം അനുഭവിക്കപ്പെടുകയും പിന്നീട് അവരെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു അസുഖം അല്ലെങ്കിൽ ഈ പറയുന്ന പരിക്കുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന വയ്യായികയൊക്കെ കാണിച്ചുകൊണ്ട് ഈ അവസരങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ക്രൂശിക്കപ്പെടുന്ന അവസരങ്ങളിൽ നിന്നും കൃത്യമായി രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം ആരോഗ്യമന്ത്രി ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല എന്ന് തോന്നുന്നു. അല്ല, എന്ത് തന്നെയാണെങ്കിലും അതിനൊരു ഉത്തരമായിട്ട് ആരോഗ്യമന്ത്രിയുടെ ഭർത്താവ് വന്നിട്ടുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ഇനി മത്സരിപ്പിക്കരുത്, ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബജീവിതമായി മുന്നോട്ട് പോകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇപ്പോ രാവിലെ തൊട്ട് പോകുന്നുണ്ട്. അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് ഞാൻ പരിശോധിച്ചിട്ടില്ല. രാവിലെ തൊട്ട് വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത് ആരോഗ്യമന്ത്രിയുടെ ഭർത്താവ് പറയുന്ന വാക്കുകളാണ്. ആരോഗ്യമന്ത്രി പക്ഷെ അത് പാർട്ടി അതിന് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. കാരണം ആറന്മുളയിൽ വീണ ജോർജ് എന്ന് തന്നെയാണ് പാർട്ടി ഇപ്പോഴും ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ആറന്മുളയിൽ മറ്റൊരു വിജയസാധ്യത മാറ്റി നിർത്താം. ഇപ്പോൾ വീണ ജോർജ് മത്സരിച്ചാൽ വിജയിക്കുമോ എന്നുള്ളത് വലിയൊരു സംശയം തന്നെയാണ് നിൽക്കുമ്പോൾ വിജയസാധ്യത ഉള്ളത് എന്നതിനേക്കാൾ ഉപരി എടുത്തു കാണിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഫേസ് വാല്യൂ ഉള്ള നേതാക്കന്മാരെ നിർത്താൻ ഇപ്പോൾ CPM-ന് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. കാരണം ഒരുപാട് നല്ല നേതാക്കന്മാരെ ഇവർ മാറ്റി നിർത്തി കഴിഞ്ഞു. ഇപ്പോൾ ഈ പറയുന്ന ശൈലജ ടീച്ചർ ആയിക്കോട്ടെ, തോമസ് ഐസക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ MM മണി പോലുള്ള ഒരുപാട് ആളുകളെ, ഒരുപാട് മുതിർന്ന നേതാക്കന്മാരെ പാർട്ടി ഇപ്പോൾ തന്നെ മാറ്റം നിർത്തി. അപ്പോൾ ഇനിയുള്ളവരെ കൂടി മാറ്റം നിർത്താൻ പോയാൽ എങ്ങനെയായിരിക്കാം ഇനി പാർട്ടിയുടെ അവസ്ഥ? ഇതിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അതായത് ഇതിനു മുമ്പിട്ടുള്ള പിണറായി ഗവൺമെന്റ് സമയത്ത് ഏറ്റവും കൂടുതൽ പിണറായി ഗവൺമെന്റ് നമ്പർ 1 കേരളം അല്ലെങ്കിൽ നമ്പർ 1 ആശുപത്രി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് ആരോഗ്യ മേഖലയായിരുന്നു. ഇതുപോലൊരു ആരോഗ്യ മേഖല ഇനി കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നൊരു ബ്രാൻഡിംഗ് ആയിരുന്നു കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് അതിനെല്ലാം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ മുഴുവൻ തേഞ്ഞൊട്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇനി പിണറായി സർക്കാരിന്റെ ഗവൺമെന്റ് ഒഴിഞ്ഞു പോകുകയാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഇല്ലാതായി പോവുകയാണെങ്കിൽ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട പങ്ക് എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയാണ് എന്നുള്ള രീതിയിലേക്ക് മാറുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് ആരോഗ്യ മേഖലയിൽ സംഭവിക്കുന്ന ഓരോ വിഷയങ്ങൾ, ഒരു രോഗിയുടെ വോയിസ് ക്ലിപ്പ് നമുക്കറിയാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ നടത്താൻ വേണ്ടിയിട്ട് വന്നിട്ട് 2-3 ദിവസമായിട്ട് ഇതുവരെ ആരും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിരുന്നു. അദ്ദേഹം മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അപ്പം ഇത്രയേറെ മനുഷ്യരെ
കൊലപ്പെടുത്തുന്ന കേന്ദ്രമായിട്ട് ആശുപത്രികൾ മാറുന്നതിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പല സമയത്തും ആശുപത്രികളിൽ പോയി കഴിഞ്ഞാൽ ചികിത്സ കിട്ടാത്ത ഒരുപാട് രോഗികളുടെ അവസ്ഥ നമ്മൾ കണ്ടു. അപ്പോൾ എന്ന് തന്നെയാണെങ്കിലും കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നു ശൈലജ ടീച്ചർ ആരോഗ്യ മേഖലയുടെ തിളങ്ങി വന്നത്. അപ്പൊ ആ തിളക്കം അങ്ങോട്ട് പിണറായി സർക്കാരിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ അതോ പിണറായി വിജയന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒതുക്കി മാറ്റി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു പരിഗണനയും കൊടുക്കാത്ത രീതിയിലേക്ക് നമ്മൾ കണ്ടു. നമ്മൾ അന്ന് കണ്ടപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ വടകരയിൽ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ച സാഹചര്യത്തിൽ പലരും പറഞ്ഞിരുന്നു, പാർട്ടിക്കകത്ത് നിന്ന് തന്നെ വിമർശനം ഉണ്ടായിരുന്നു, മനഃപൂർവ്വം ശൈലജ ടീച്ചർ തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ വടകരയിൽ നിർത്തുന്നത് എന്നുള്ളത്. അതിനുശേഷം അതുകൊണ്ടായിരിക്കണം മന്ത്രി പദവി നൽകാതെ MLA സ്ഥാനത്തേക്ക് മാത്രം ഒതുക്കിയത്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മത്സരിക്കാൻ പോലും ഉണ്ടോ എന്നുള്ള ഒരു അനിശ്ചിതത്വത്തിലാണ് ഇപ്പോൾ ശൈലജ ടീച്ചർ നിൽക്കുന്നത്. കാരണം മട്ടന്നൂരിൽ മത്സരിപ്പിക്കുന്നില്ല എന്നറിഞ്ഞു കഴിഞ്ഞു. ഇനി മത്സരിക്കണം നിർബന്ധമാണെങ്കിൽ പേരാവൂരിൽ മത്സരിച്ചോളൂ വേണമെങ്കിൽ. പക്ഷേ കഴിഞ്ഞ ദിവസം വാർത്തയുണ്ടായിരുന്നു ശൈലജ ടീച്ചർ ഉടക്കി നിൽക്കുകയാണ്, പാർട്ടിയിൽ കൊമ്പ് കോർത്ത് നിൽക്കുകയാണ് എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടേം എന്ന് പറയുന്ന പാർട്ടിക്കകത്തുള്ള ടേം വ്യവസ്ഥകൾ തനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ബാധിക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ തനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ബാധിക്കുന്നത്, തന്നെ എന്തുകൊണ്ടാണ് ഒഴിവാക്കുന്നത് എന്നുള്ള ചിന്ത എന്താണെങ്കിലും ശൈലജ ടീച്ചർക്ക് ഉണ്ടാവും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തവണയായിട്ട് മട്ടന്നൂരിൽ നിൽക്കുന്ന ശൈലജ ടീച്ചർ അവിടെ നിന്നും ഓടിച്ചു വിടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്, വേറെ എവിടെയെങ്കിലും പോയി മത്സരിച്ചോ എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാവും ഇത് തന്നെ ഇല്ലാതാക്കാനുള്ളൊരു പണിയായിട്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. കാരണം കഴിഞ്ഞ തവണ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടൊരു പേരായിരുന്നു ശൈലജ ടീച്ചർ കേരളത്തിന്റെ വനിതാ മുഖ്യമന്ത്രി ആയേക്കാം എന്നുള്ള വാർത്തകൾ എത്രയോ നമ്മൾ കേട്ടിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പദവികളൊന്നും ചില നേതാക്കന്മാർക്ക് പിടിച്ചില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതെ, ചിലര് പറയുന്നത് പിണറായി വിജയന് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ പാർട്ടിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്, ശൈലജ ടീച്ചറിനെ പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ കാണുന്ന രീതിയിലേക്ക് ഒതുക്കിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ പോലും, ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പോലും മാറ്റി മത്സരിപ്പിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ശൈലജ ടീച്ചറിനെ കേരളത്തിൽ നിന്നും മാറ്റി പൂർണ്ണമായി തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യമാണെന്ന് തോന്നുന്നു ഇപ്പോൾ പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മട്ടന്നൂരിൽ മത്സരിച്ചാൽ വിജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും മട്ടന്നൂരിൽ മത്സരിപ്പിക്കാതെ ഈ പറയുന്നത് പോലെ പേരാവൂരിലേക്ക് തട്ടുന്ന ഒരു സാഹചര്യം. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ആർക്കും തട്ടിക്കളിക്കാവുന്ന ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവർക്ക് പ്രിയപ്പെട്ട ആരെങ്കിലെയും എവിടെയും കൊണ്ടുപോയി പ്ലേസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ആരോഗ്യ മേഖലയിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. ഇപ്പോൾ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു ശൈലജ ടീച്ചർ ഇവർ കൊണ്ടു നടന്നിരുന്നത്, പിന്നീട് ശൈലജ ടീച്ചർക്ക് നല്ല പേര് വന്നു എന്ന് പറഞ്ഞപ്പോൾ PPE കിറ്റ് അഴിമതിയുമായി ബന്ധപ്പെട്ട് അവരെ സർക്കാർ തന്നെ താഴേക്ക് വലിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം അവരെ ആ സ്ഥാനത്ത് നിന്നേ മാറ്റി വീണ ജോർജിനെ അവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും സർക്കാർ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമായി പോയി എന്ന് തോന്നുന്നു. ആരോഗ്യ മേഖല ഇത്രയും മോശമാക്കിയ നിലയിൽ എത്തിക്കാൻ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കയ്യിലേക്ക് കൊണ്ടുപോയി എത്തിച്ചിട്ടുള്ളത്. അവസാന കാലഘട്ടത്തിൽ ഈ പറയുന്ന അവസാനയാണിയായി ഈ പറയുന്ന ലാസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള വീണ ജോർജിനെതിരെയുള്ള ആക്രമണം കൂടിയായപ്പോൾ സർക്കാരിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി. ആരോഗ്യ മേഖല എന്തായാലും ഇനിയിപ്പോൾ സർക്കാരിന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ KC പ്രവർത്തകർക്ക് ജാമ്യം ഇല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇതിന് കുറച്ച് നാൾ മുൻപ് ഇത്തരത്തിലൊരു യൂത്ത് കോൺഗ്രസിന്റെ ചില പ്രവർത്തകർ നമ്മളോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇനി ഈ വീണ ജോർജ് ഉറങ്ങാൻ കിടക്കുമ്പോൾ കരിങ്കൊടി കണ്ടായിരിക്കാം ഉറങ്ങുന്നത്, അതിനപ്പുറത്തേക്ക് അവർ സ്വപ്നത്തിൽ പോലും കരിങ്കൊടി കാണുന്ന ഒരു സാഹചര്യം ഞങ്ങൾ വരുത്തി തീർക്കും എന്നുള്ളത്. അതിലേക്കുള്ള കാര്യങ്ങൾ എന്തായാലും കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. KC പ്രവർത്തകർ നേരിട്ട് കാണിച്ച കരിങ്കൊടി ഇപ്പോൾ സ്വപ്നത്തിൽ പോലും വീണ ജോർജിനെ ഉറക്കം കെടുത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വീടിന് മുൻപിൽ റീത്ത് വെച്ചപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാക്കി. അതിനുശേഷമാണ് ഈ കരിങ്കൊടി എന്നുള്ള ഒരു ആശയത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ KC പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുള്ളത്. KCUവിനെ തൊട്ടതുകൊണ്ട് ഇനിയിപ്പോൾ വീണ ജോർജിന് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുമോ, ഇനി ഇറങ്ങുന്നിടത്തെല്ലാം തന്നെയും ഈ കരിങ്കൊടി കാണേണ്ടി വരുമോ എന്നുള്ളത് സംശയമാണ്. പിണറായി വിജയന് കരിങ്കൊടി അല്ലെങ്കിൽ കറുത്ത വസ്ത്രം അല്ലെങ്കിൽ കറുത്ത നിറം പേടിയുള്ളത് തന്നെ പിണറായി വിജയന്റെ സർക്കാരിലുള്ള എല്ലാ മന്ത്രിമാർക്കും കറുത്ത നിറം ഭയമാണ് എന്നുള്ളത് ഇപ്പോൾ വീണ ജോർജിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്.